ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോയിൽ എന്താണെന്ന് ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞാവ് അവിടെ കളിക്കുന്നുണ്ട്. ഞാൻ അതാ നോക്കിയിട്ട് പച്ച പന്ത്, പച്ച ബാറ്റ്, പച്ച വണ്ടിയൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട് അവിടെ. ഓക്കേ. അപ്പം നമ്മൾ ഒരു ഈ അടുത്ത് നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, ഒരു സിനിമാ നടി ആയിട്ടുണ്ടായിരുന്ന അവർ സീമാജി അവരെ കൊണ്ടുപോയിരുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതല്ലേ. എന്താണ് അപ്പം ഞാനത് കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ കുറച്ച് ലൈഫിലെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു കാലത്തൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാനൊരു കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ബന്ധുക്കൾ, അതായത് ചേട്ടൻ അനിയന്മാർ തമ്മിൽ തല്ലിയിട്ടൊക്കെ പരസ്പരം മിണ്ടില്ല, സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കേ, എങ്ങനെ സ്വന്തം ചേട്ടനനിയന്മാർക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയണു, സംസാരിക്കാതിരിക്കാൻ കഴിയണു, ഒരു അനിയൻ എന്തെങ്കിലും തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയണു, ബ്ലഡ് റിലേഷൻ അല്ലേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മക്കളെക്കാൾ കൂടുതൽ അനിയത്തിമാരെ സ്നേഹിച്ച ഒരാളാണ് എൻ്റെ അമ്മ. അവർ തിരിച്ചമ്മേനെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അമ്മയുടെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് തന്നെ പറയും ഞാൻ. പക്ഷേ അമ്മ നന്നായിട്ട് അവരേനൊക്കെ, അതായത് അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നോടും അനിയത്തിയോടും പപ്പയോടും ഒക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പപ്പയ്ക്ക് ജോലിയുള്ള സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ അമ്മ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ പറയാനുള്ളത്, കുട്ടിക്കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് ഞാൻ കണ്ടു വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, എങ്ങനെ അനിയത്തിമാർക്ക് സാധിക്കുമോ ഇങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ അവരെ ഇങ്ങനെ ചവിട്ടി തേച്ച് തന്നൊക്കെ. പക്ഷെ സാധിക്കും കേട്ടോ. ദുട്ടാണ് ഏറ്റവും പ്രധാനം. പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ പൈസ ചിലവാകരുത്, ഈ പൈസ എനിക്ക് മാത്രം സ്വന്തമാണ്, ഇതിൽ നിന്നുള്ള നേട്ടം എനിക്ക് തന്നെ ഉണ്ടാവണം, അങ്ങനെ ചിന്തിക്കുന്ന സമൂഹവും ഉണ്ട് കേട്ടോ. അതിപ്പോൾ രക്തബന്ധമാണെങ്കിലും അല്ലെങ്കിലും ഈ പൈസ കൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല, അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് ലോകത്ത്. ഞാൻ എൻ്റെ എൻ്റെ അനുഭവമല്ല, എൻ്റെ പഴയ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ മാനസികമായി ടോർച്ചർ ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ബന്ധുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നാൾ നിന്നപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നതല്ല, അങ്ങനെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പം ആദ്യത്തെ ദിവസമൊക്കെ അവർ ദോശയൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട്, ഭക്ഷണം എനിക്ക് പ്രധാനം, എവിടെ ചെന്നാലും ഭക്ഷണത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും എനിക്ക്. അപ്പോൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ തരുമ്പോൾ ഞാൻ പറയും, എനിക്ക് ദോശയൊന്നും ഞാൻ കഴിക്കാറില്ല, ദോശയൊന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ഇച്ചിരി വെള്ളച്ചോറന്ന് കഴിക്കണം എന്ന് തോന്നും. അപ്പം ഞാൻ നോക്കുമ്പോൾ അവർ തലേ ദിവസം വെള്ളച്ചോറ് പിറ്റേ ദിവസം നല്ല കേട് വരുന്നുണ്ട്. പക്ഷേ ആ ചോറന്നെ ഞാൻ കഴിച്ചു. 2-3 ദിവസം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചോറ് എല്ലാം ചെയ്യാൻ തുടങ്ങി, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. ഞാൻ ദോശയിലേക്ക് ചേഞ്ച് ആവാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ബന്ധു എന്ത് ചെയ്തു, ആ ചോറ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്തിരുന്നിട്ട് ആ ചോറ് കഴിച്ചു. അപ്പോൾ എനിക്കതെന്തോ ഒരു പിറ്റേ ദിവസം എനിക്കതൊരു വിഷമായി. കാരണം ഞാൻ കഴിക്കേണ്ടതായിരുന്നു, അത്രയും ചോറ് വേസ്റ്റ് ആക്കി, അതായത് എനിക്ക് സ്മെല്ല് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് ഒഴിവാക്കിയപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഒരു കറി വെച്ച് കുറച്ച് മുളക് പൊടി, കുറച്ച് വെള്ളിപ്പൊടി, പരിപ്പ്, കറി പാളിപ്പോയി. ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒന്നെല്ലാം വളരെ മുന്നെയാണ്. കറി പാളിപ്പോയപ്പോൾ എൻ്റെ ഈ ബന്ധുവിൻ്റെ അമ്മയും ബന്ധുവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. മല്ലിപ്പൊടി 25 പൈസ, മുളക് പൊടി 50 പൈസ, അങ്ങനെ കണക്ക്. അതാ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര, നമ്മളവരുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് പോയി നിൽക്കുമ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കറി പാളിപ്പോവുക. അതിനൊക്കെ ഇത്രയും വലിയ കണക്കൊക്കെ പറയാനുണ്ടോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് കൊച്ചു കാര്യങ്ങൾ എനിക്ക് എന്തോ പിടിച്ചേക്കാൻ പറ്റണില്ല എന്ന് തോന്നി മനസ്സിൽ. എനിക്കങ്ങനെ ചില കാര്യങ്ങളല്ലാതെ ഇൻസൾട്ട് ചെയ്യും. അപ്പം ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ. അവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ വളരെ കുട്ടിക്കാലത്ത് ഞാൻ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. വെക്കേഷൻ കഴിഞ്ഞ് പോരുമ്പോൾ പോരാൻ തോന്നില്ല, ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് കോഴി വളർത്തലും അമ്മയും ഞാൻ തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടണില്ല. അമ്മ ചിലപ്പോൾ കോഴീനെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ അകത്ത് വളർത്തിയിട്ട് വീടിൻ്റെ അകം മുഴുവൻ ചോറും ഇതൊക്കെ അത് എടുത്തു മാറ്റാൻ ഒന്നിനും അനുവദിക്കാത്തത്. അമ്മയ്ക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ
കുറേ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അവസാനം ഞാൻ വെള്ളം കുപ്പി ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നിടത്തുനിന്ന് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട്. കാരണം വീടിനകത്ത് അമ്മ എന്നെ അങ്ങനെ എന്തോ എനിക്ക് മൊത്തം പൊരുത്തപ്പെടാൻ പറ്റാതെ എല്ലാതും സ്വന്തം അമ്മയും അതുകൊണ്ട് ചിലതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്ടേ അപ്പം അങ്ങനെയപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയി നിൽക്കാം. നാട്ടിൽ പോയി നിന്നാൽ അവർക്കൊക്കെ നല്ല സ്നേഹമല്ലേ, അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്ന് നിന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ പ്രൈവസി വലുതാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പം എനിക്ക് പഠിക്കാൻ പോകണമെങ്കിലും പൈസ വേണമല്ലോ, ബസ് ചാർജ്. എനിക്ക് പൈസ വീട്ടിൽ നിന്ന് അയക്കണ പൈസ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അത് ആരെ മേടിക്കണമെന്ന് അറിയുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. മാത്രമല്ല എൻ്റെ കാര്യങ്ങൾക്കൊന്നും പൈസ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മോതിരം ഉണ്ടാകും. ഈ മോതിരം ഞാൻ ഊരിയിട്ട് അടുത്ത വീട്ടിൽ എനിക്കൊരു കൂട്ടുകാരുടെ അമ്മ പണയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ആലോചിക്കുന്ന ചെറിയൊരു കുട്ടിയാണ് ഞാൻ പഠിക്കാൻ പോയി, എനിക്ക് ദിവസത്തിന് ബസ് കാശ് ഉണ്ടാവണില്ല. അങ്ങനെ ഞാൻ ഈ മോതിരം പണയം വെക്കുകയാണ് 400 രൂപയ്ക്ക്. ആ മോതിരം പണയം വെച്ചു. മോതിരമൊക്കെ പോയി എവിടെയാണെന്നറിയില്ല, അതൊക്കെ അവരെടുത്തു. ആ 400 രൂപ ഞാൻ മേടിച്ചു. അങ്ങനെ ഞാനുണ്ടായി ചെറിയ ചെറിയ ഓർമ്മകൾ എനിക്കുള്ളൂ. അതേപോലെ ബസ് കാശ് മൊത്തത്തിൽ അവിടെ അവർക്കും നമ്മളെ ആർക്കും അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ പെട്ടെന്നൊന്നും അംഗീകരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പം കുറേ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ വീണ്ടും ഞാൻ ആ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തു, പോന്നു. തിരിച്ചിങ്ങോട്ട് പോന്നു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോന്നു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഞാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് കുറച്ച് റഫായിട്ട് പെരുമാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിച്ചു ഇനി ഒരിക്കലും ഇതുപോലെ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്, ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നിൽക്കരുത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ വർഷങ്ങളെല്ലാം കടന്നു പോയി. ഞാൻ ജോലിക്ക് പോയി, വർഷങ്ങളോളം വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവർക്കും വളരെ സ്നേഹം, ചെല്ലുമ്പോൾ സ്നേഹം, വരുമ്പോൾ സ്നേഹം, കാണുന്നവർക്കൊക്കെ സ്നേഹം, എല്ലാവർക്കും സ്നേഹം. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോന്നു. ജോലി നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ കയ്യിൽ ആകെയുള്ളത് 10ാം ക്ലാസ് പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സ്. ഇത് രണ്ടും എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പഠിക്കണം, പഠിച്ചാൽ നെക്സ്റ്റ് +2 എൻ്റെ അടുത്തില്ല, എനിക്ക് +2 എടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ +2 പഠിക്കുന്നു. അതൊക്കെ പിന്നെ സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. അതെല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് എനിക്ക് ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് എനിക്ക് ഞാൻ ഇരിക്കുന്ന നാട്ടിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പോഴും എൻ്റെ പപ്പയുടെ തോട്ടം എന്താണെന്ന് എനിക്കറിയില്ല. പപ്പ പറഞ്ഞു നാട്ടിൽ പോയിട്ട് പഠിക്കാം, നാട്ടിൽ പോയി നിന്നോളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല, നാട്ടിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ കുറച്ച് റഫായിട്ട് സംസാരിച്ചു, അത് പറ്റില്ല, അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ നാട്ടിലേക്കാണ്. എനിക്കാണെങ്കിൽ ആ നന്ദം കുന്തമില്ല, അപേക്ഷ അയക്കണമെന്നോ എവിടെ അയക്കണമെന്നോ ഇല്ല, അതൊക്കെ പപ്പയ്ക്ക് മാത്രമേ അറിയില്ലായിരുന്നു. പപ്പ അപേക്ഷ അയച്ചു, നാട്ടിൽ കിട്ടി, നാട്ടിൽ പോകും. അപ്പോൾ മുന്നേ ഉണ്ടായത് എൻ്റെ അതേ അനുഭവം തന്നെ. ചെന്ന ആദ്യത്തെ ദിവസമൊക്കെ നല്ല സ്നേഹമാണ്. പിന്നെ അത് കഴിയുമ്പോൾ വീട്ടിൽ അരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അരി മേടിക്കാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മയും പപ്പയും ഒരു 100-200 രൂപയൊക്കെ ബസ് ചാർജ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരിത് ചോദിച്ചു മേടിക്കും. പിന്നെ അടുത്ത ദിവസത്തേക്ക് എനിക്ക് ബസ് ചാർജ് ഉണ്ടാവില്ല, ചില്ലറ കുറച്ചുണ്ടാവും. അപ്പോൾ എനിക്കെൻ്റെ ഉള്ളിലും ടെൻഷൻ, ചില്ലറ തീർന്നാൽ ഞാൻ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും. അങ്ങനെ ഒരു പക്ഷെ നമ്മൾ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഒന്നും സേവ് ചെയ്തില്ല, അതിനെക്കുറിച്ചൊന്നും അറിവ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃത്യമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിൻ്റെയും പിന്നെ നമുക്ക് കാഴ്ചപ്പാടില്ലാത്തതിൻ്റെയും പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അപ്പോഴും വിഷയങ്ങൾ തുടങ്ങി. ആൾക്കാരതൊക്കെ തന്നെയല്ലേ, അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല, അവർ സെയിം അതേപോലെ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാണ്ട് വരാൻ തുടങ്ങി. കുട്ടികൾ വരെ നമ്മളെ ചവിട്ടി തേക്കുന്ന അവസ്ഥ. അത് കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഇപ്പം വലിയവരും കുട്ടികളും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മളെ ഒരുമാതിരി താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം കൂടി അങ്ങോട്ട് സ്ട്രെസ് ഓവറായി. അങ്ങനെ അതായപ്പം സ്വാഭാവികമായിട്ട് കോഴ്സ് നിർത്തേണ്ടി വന്നു. കോഴ്സ് നിർത്തിയപ്പം എനിക്ക് പരീക്ഷ എഴുതാമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കും. അങ്ങനെ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഭക്ഷണത്തിനൊന്നും ഒരു രൂപ കേട്ടോ. അയ്യോ കറണ്ട് പോയി. അവിടെയൊക്കെ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്, ഭക്ഷണത്തിനൊക്കെ കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ പ്രയറിന് പോകും, ആ പ്രയറിന് നമ്മൾ കൂടെ കൂടിയില്ല എന്നുള്ളതാണ്. കൂടെ പോകണില്ല, സൺഡേസിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നുണ്ട്, അങ്ങനത്തെ കുറേ ഇഷ്യൂസായിരുന്നു. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ
ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബന്ധുക്കളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത്. നമ്മളങ്ങനെ എനിക്കിപ്പം ഞാൻ അതേ ബന്ധുക്കളോട് ഇപ്പോൾ ശത്രുതയൊന്നുമില്ല, ഞാൻ അവരോട് സംസാരിക്കും, ഇടപഴകുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തിരിച്ചറിയാം, എനിക്കറിയാം ഇന്ന പോലെയാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ, എൻ്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുമ്പോഴൊക്കെ എന്നെ ആട്ടുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ട് പോ, ഇവിടെ കറണ്ട് ബില്ല് കൂടും, എടുത്തിട്ട് പോകും, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ചാർജ്. ഞങ്ങളുടെ വീട് അപ്പുറത്തുണ്ട്, അവിടെ വെറുതെ കിടക്കാണ് വീട്. അപ്പോഴാണ് ഇവരുള്ളതുകൊണ്ടാണ് വേറെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളോടൊക്കെ ഞാൻ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് ഈ അനിയത്തിമാരുടെ കാര്യങ്ങളും അനിയത്തി ഇങ്ങനെ സംഭവം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഫ്യൂച്ചർ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെന്തെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാർ പറയാറുണ്ട് ഈ വൃദ്ധസാധനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ കൂടി വരികയാണെന്നൊക്കെ പറയും. ഒന്ന് ആലോചിച്ച് നോക്കും, കുറേ പൈസ ഉണ്ട്, കൂടെ ഉള്ളവരൊക്കെ പോയി, സമയമായപ്പോൾ പോയി. പിന്നെ ഒറ്റ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സെക്യൂർ ആണ് ഇവിടെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവണ്ടേ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ നോക്ക്, മക്കൾക്ക് എന്താ നോക്കിയാലെന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് ജോലിയില്ലേ, കാശ് സമ്മതിക്കും. മുന്നോട്ട് ജീവിതം വേണ്ടേ, മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എന്തായാലും പൈസ വേണ്ടേ, ജീവിത അവസാനം വരെ പോകണമെങ്കിൽ പൈസ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ആരെങ്കിലും വെറുതെ തരുമോ ഫുഡൊക്കെ? അപ്പം ജോലി എന്തായാലും കമ്പൽസറി മുന്നോട്ട് പോകണമെങ്കിൽ വേണം. അപ്പോൾ ഇവരും സേവ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും, അവരെ എപ്പോഴും നോക്കാനും, അവിടെ അരികിലിരിക്കാനും, അവരോട് സംസാരിക്കാനും, ഇടപഴകാനും, അവരുടെ മനസ്സ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥാപനം ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുമോ? ഒരു വീട്ടിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും, ഇവർക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളറിയാം? അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്കിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരാൾക്ക് ഓടിയെത്താൻ പറ്റുമോ? അപ്പം ഇങ്ങനെയുള്ളവർ, ആ വയസ്സായവർ, അവർക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും പ്രായമായി ചെന്നു, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ മക്കൾക്ക് അവർക്ക് ജീവിതമുണ്ട്. അവർക്ക് ഇപ്പോൾ 24 മണിക്കൂർ നമ്മുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് സേവിങ്സ് ഒന്നും വേണ്ട, സേവിങ്സ് വേണ്ട, അവർക്ക് ലൈഫിൽ ഡെയിലി കഴിഞ്ഞു പോകാനുള്ള സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണ്ടേ? അവർക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് അതിന് ആ സർവീസ് തരുന്ന ഒരു ഇടമല്ലേ നല്ലത്? അവിടെ അല്ലേ സേഫായിട്ട് ഇരിക്കുന്നത്? നിങ്ങൾ പറയാം, എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് എത്ര പേരെന്നെ എതിർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരെ കണ്ടപ്പോൾ അവരിപ്പോൾ സേഫായിട്ടൊരു ഇടത്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, അവരെ ട്രീറ്റ് ചെയ്യാൻ ആളുണ്ട്, എന്തെങ്കിലും വയ്യായിക്ക് വന്ന് അറിയാൻ ആളുണ്ട്, ഒന്ന് അടുത്തിരുന്നിട്ട് പരസ്പരം ഒന്നും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒറ്റയ്ക്കൊരു വീട്ടിൽ എത്രത്തോളം പറ്റും? ഭയന്നിട്ട് വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ലോകം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് അനുഭവങ്ങൾ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വീടിൻ്റെ വാതിലിൽ വന്നിട്ട് മുട്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് എത്തി നോക്കാം, നമുക്ക് അപ്പോൾ നമ്മുടെ നെഞ്ചിലൊക്കെ പോകുന്ന. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാതെ ഏതെങ്കിലും വീടുകളിൽ പോയിരുന്നാൽ, അല്ലെങ്കിൽ വല്ല അനാഥാലയങ്ങളോ വൈകുന്നവരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായമായൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മേ, അപ്പം ഞാൻ എവിടെന്നാ പറഞ്ഞു തുടങ്ങിയത്, എവിടെയാ ചെന്നെത്തി? എന്തായാലും ഞാൻ അങ്ങനെ കണ്ടപ്പം നമ്മൾ ഈ ബന്ധുക്കളെ ഒന്നും എപ്പോഴും നമുക്കൊന്നും ആശ്രയിക്കാനൊന്നും പറ്റില്ല. ഒരു സമയം കഴിയുമ്പോൾ അവരൊക്കെ കൈയൊഴിയും. പിന്നെ കയ്യിൽ കാശില്ല എന്നുള്ള തീർച്ചയായിട്ടും കൈയൊഴിയുന്ന ടൈപ്പ് ബന്ധുക്കളും പലയിടത്തും ഉണ്ട്. എൻ്റെ ഒക്കെ ഒരു അനുഭവം തന്നെ കേട്ടോ. പിന്നിപ്പോൾ എന്താ, അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ ചില ആൾക്കാർ പറയും കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ തുടങ്ങിയാണ്ടല്ലോ എപ്പിസോഡുകളായിട്ട് തീരില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ എപ്പിസോഡുകൾ ഉണ്ടാവും. പിന്നെ വീട്ടിലിരിക്കുന്നവരിതൊന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നു, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു. ഒരു കാര്യം ഞാൻ ഓർത്തിട്ട് പറയാം. ഞാൻ ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ TV കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ദീവാങ്കോട്ട് പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിരുന്ന് TV കാണാണ്. അപ്പോൾ TV കാണുമ്പോൾ എൻ്റെ ആ ബന്ധു, വളരെ അടുത്ത ബന്ധു എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മോളെ കാലൊന്ന് മാറ്റൂ, അതിൻ്റെ ഷീറ്റ് ചുളിയണു, അത് നേരെ ഇടട്ടേന്ന്. അവരതിൽ പറയുന്നുണ്ട്, ബെഡിൽ കിടക്കുന്ന സമയത്ത് എന്തോ ബാത്റൂമിൽ എന്തോ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നു,
അങ്ങനെ എന്താ സംതിങ് അവരതിൽ പറയുന്നുണ്ട് അതുപോലെ. അപ്പം എനിക്ക് ഫീൽ ചെയ്തതാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കാല് ഷീറ്റിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവർ അവിടെ കിടക്കാനുണ്ട്, അവിടെ നിന്ന് മാറി കൊടുക്കുക. അതായത് നമ്മൾ ആ വീട്ടിലുള്ള ഒരു അധികപ്പറ്റാണ്. അത് വെച്ചാൽ അതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എൻ്റെ സാഹചര്യം അതായിരുന്നു. എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി, എൻ്റെ പാരൻസ് എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി. സ്വാഭാവികമായിട്ടും പാരൻസിൻ്റെ സപ്പോർട്ട് വേണ്ട സമയമായിരുന്നു അത്. അത് ആ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ചില സമയത്ത് അങ്ങനെയാണ്. ചില സാഹചര്യങ്ങൾ അങ്ങനെ വന്ന് പെടും. അതിൽ നിന്ന് നമ്മൾ കുറേയൊക്കെ പഠിക്കണം. പാഠങ്ങളേറെ പഠിക്കാനുണ്ട് ജീവിതത്തിൽ. അപ്പോൾ എന്താണ് സോഫ ചൊളിയെന്ന് പറഞ്ഞതും അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറണതും, പിന്നീട് ഞാനൊരു സാഹചര്യത്തിൽ അവിടെ ചെന്നപ്പോൾ ആ സോഫയിൽ പട്ടി കിടക്കുന്നതും ആ സോഫയിൽ ആട് കിടക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ ആ പട്ടിയുടെ ആടിൻ്റെയും പോലും വില നമുക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു സമയം. അപ്പോൾ ആ ബന്ധുക്കളും അങ്ങനെയൊക്കെ കാണിച്ച ബന്ധുക്കൾ ഇന്നും എൻ്റെ മുഖത്ത് നോക്കി മുഴുവൻ പല്ലും കാണിച്ച് ചിരിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവരോടൊക്കെ ഞാനും എൻ്റെ മുഴുവൻ പല്ലും കാണിച്ചിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ മുറിഞ്ഞ മുറിവുകൾ ഒന്നും ഉണങ്ങാതെ തന്നെ കിടക്കുന്നുണ്ട് എന്ന് അവരുണ്ടോ അറിയുന്നു. അങ്ങനെ മുറിവേൽപ്പിക്കുന്നവർ ഏൽപ്പിക്കട്ടെ. മുറിവുകൾ അങ്ങനെ ഉണങ്ങാതെ തന്നെ കിടക്കട്ടെ. അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയൊരു പാഠമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ശരി, നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് എവിടെ, സംസാരിച്ച് എൻഡ് ചെയ്തവിടെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ആൾ, ബൈ. നിങ്ങൾക്ക് എൻ്റെ ഞാൻ പറഞ്ഞതിലൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ഇഷ്ടവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയും, കമന്റ് ഇട്. ബൈ ബൈ ബൈ.